കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള ആ ചോദ്യത്തിനുള്ള ഉത്തരം കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും മുഖ്യമന്ത്രി പദത്തിനായി കോൺഗ്രസിൽ പ്രധാനമായ 3 പേരാണ് അവകാശവാദം ഉന്നയിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനി എന്ന് പറയുന്നത് KC വേണുഗോപാലാണ്. VD സതീശനുണ്ട്, ഒപ്പം രമേശ് ചെന്നിത്തലയുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ചരടുവലികളാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ AICC നിയോഗിച്ച നിരീക്ഷകർ ഇപ്പോൾ കേരളത്തിൽ തുടരുന്നുണ്ടെന്ന്. വൈകിട്ടോടെയാണ് അവർ തിരികെ പോവുക. എപ്പോഴായിരിക്കും ഇതിലൊരു പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, AICC നിയോഗിച്ച നിരീക്ഷകർ ഇപ്പോഴും കേരളത്തിൽ തുടരുന്നുണ്ട്. അവരിനി ഘടകകക്ഷി നേതാക്കളുമായി കൂടി കൂടിക്കാഴ്ച നടത്തുമെന്ന് അറിയാൻ സാധിക്കുന്നു. അപ്പോൾ ഇവരുടെ കൂടി അഭിപ്രായം മാനിച്ചായിരിക്കുമോ ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക? പ്രവിധ 3 തരത്തിലുള്ള കൂടിക്കാഴ്ചകൾക്കായാണ് AICC നിരീക്ഷക സംഘം കേരളത്തിലെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി സംബന്ധിച്ച ചർച്ചകളിൽ അഭിപ്രായം ആരായുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം കേൾക്കുന്നത് MLA-മാരുടെയാണ്. ജയിച്ചു വന്ന 63 കോൺഗ്രസ് MLA-മാരിൽ ആരെയൊക്കെ പിന്തുണയ്ക്കുന്നു എന്നറിയുന്നതിന് വേണ്ടിയാണ് KPCC ആസ്ഥാനത്ത് നിയമസഭാ കക്ഷി യോഗം ചേരുകയും MLA-മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുകയും ചെയ്തിരിക്കുന്നത്. ആ കൂടിക്കാഴ്ച പൂർത്തിയായി. മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ തുടങ്ങിയിരുന്നു. പ്രവർത്തക സമിതി അംഗം AK ആന്റണി അടക്കമുള്ള നേതാക്കൾ തുടങ്ങിയ കൂടിക്കാഴ്ച ഇന്നും തുടരുകയാണ്. രാവിലെ MP-മാരുമായുള്ള കൂടിക്കാഴ്ചയും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും നടന്നു. ഇനി ബാക്കിയുള്ളത് ഘടകകക്ഷി നേതാക്കളുമായുള്ള അഭിപ്രായം അറിയലാണ്. അതിൽ 4 മുതൽ 5 വരെ തിരുവനന്തപുരത്തെ വിവാന്ത ഹോട്ടലിൽ വെച്ചാണ് കൂടിക്കാഴ്ച. 4 മുതൽ 5 വരെ 1 മണിക്കൂർ സമയം കൊണ്ട് ലീഗ്, RSP, കേരള കോൺഗ്രസ് തുടങ്ങിയ ഘടകകക്ഷികളെ കാണും. അവരുടെ അഭിപ്രായം അറിയും. എന്നാൽ ഘടകകക്ഷികളുടെ അഭിപ്രായം മാത്രം അതൊരു പൊതു അന്തരീക്ഷത്തെ സഹായിക്കുന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമായതുകൊണ്ട് അതിൽ തീരുമാനത്തെ കാര്യമായി സ്വാധീനിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാണ്, മന്ത്രിമാരാണ് എന്നത് പൂർണ്ണമായും കോൺഗ്രസിന്റെ തീരുമാനമായതുകൊണ്ട് ഈ പൊതു അഭിപ്രായങ്ങൾ കൂടി തീരുമാനത്തെ സ്വാധീനിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു നിർണായക ശക്തിയായി ഘടകകക്ഷികളുടെ അഭിപ്രായം മാറാനുള്ള സാധ്യത കുറവാണ്. അതാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഘടകകക്ഷികളുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ് വൈകുന്നേരം 7 മണിക്കുള്ള വിമാനത്തിൽ AICC നിരീക്ഷക സംഘം അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ഡൽഹിക്ക് പോകും. നാളെ KPCC ആസ്ഥാനത്ത് ഇവരുടെ പ്രത്യേക യോഗമുണ്ട്. അത് കഴിഞ്ഞ ശേഷമായിരിക്കും ഹൈക്കമാൻഡിന്, അതായത് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് റിപ്പോർട്ട് കൈമാറുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.